ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് മംഗലാപുരം വഴി KSRTCയിൽ വരുന്നതാണ്. അതായത് കർണാടക സ്റ്റേറ്റിൻ്റെ ബസ്സിൽ ചെറിയൊരു വ്ളോഗാണ്. വേറെ ടിക്കറ്റും ബസ്സിൻ്റെയും ട്രെയിനൊന്നും കിട്ടാത്തപ്പോൾ അവസാനത്തെ ഓപ്ഷൻ അതായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. Okay, Rishad. അപ്പോൾ ഇപ്പോൾ BTM മെട്രോ സ്റ്റേഷനിലാണ്. റീസെൻ്റ്ലി ഓപ്പണായ യെല്ലോ ലൈനാണിത് ബാംഗ്ലൂരിൽ. അപ്പോൾ മെട്രോയിലാണ് മജസ്റ്റിക്കിലേക്ക് പോകേണ്ടത്. മജസ്റ്റിക്കിൽ നിന്നാണ് KSRTC, കർണാടക SRTC. ഓക്കെ, അപ്പോൾ അതിലാണ് പോകേണ്ടത് ബാംഗ്ലൂരിലേക്ക്. അപ്പോൾ എന്തായാലും മെട്രോ വെയിറ്റ് ചെയ്യണം. മെട്രോ വന്നിട്ട് ബാക്കി യാത്ര. BTM നിന്ന് മെട്രോയിൽ കയറി അവിടെ നിന്ന് മെട്രോ മാറി കയറണം ഗ്രീൻ ലൈനിലേക്ക്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ല റഷായിരുന്നു. എല്ലാവരും നാട്ടിലേക്ക് പോകുന്ന, അടുപ്പിച്ച് 3 ദിവസം ലീവ് കിട്ടിയാൽ അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകുന്നതിൻ്റെ തിരക്കായിരുന്നു എല്ലായിടത്തും. മജസ്റ്റിക്കിലെത്തി, നമ്മൾ ബസ് കണ്ടെത്തി. ഇതാണ് ബസ്. എനിക്ക് പൊതുവേ ഈ ബസ്സിൽ 6-7 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യുന്ന വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഉറക്കമൊന്നും കിട്ടത്തില്ല. പക്ഷെ വേറെ വഴിയില്ല. ഇതായിരുന്നു അവസാനത്തെ ഓപ്ഷൻ. ബസ് അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറോളം. 12:30 എങ്ങാനും ആയിട്ടുണ്ടായിരുന്നു. 11:30 ടൈം ഉണ്ടായിരുന്നത്. അവിടുന്ന് കുറച്ച് മൂവായി തുടങ്ങിയ സമയത്ത് തന്നെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ എക്സ്ട്രാ കുറേ ബസ്സൊക്കെ ഇന്ന് ഈ ഫെസ്റ്റിവൽ സീസണിൽ ഇടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. 2 മണിക്കൂറോളം ഫുൾ ബ്ലോക്കായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് നോർമലി മൂവ് ആവാൻ തുടങ്ങി. ബ്ലോക്കൊക്കെ മാറി കുഴപ്പമില്ലാതെ പോകാൻ തുടങ്ങി. പിന്നെന്തായാലും എനിക്ക് ഉറക്കില്ല ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പം മെല്ലെ ഒരു മൂവി കാണാമെന്ന് വെച്ചു. സുമതി വളവ് മൂവി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുമായിരുന്നു. അവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് നോർമലി എല്ലാ ബസ്സും ട്രാവലിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഹോട്ടലിൽ നിർത്താറുണ്ട്. അവിടെ നിർത്തി ഒരു കോഫിയൊക്കെ കുടിച്ചു. ഏതോ അറിയാത്ത സ്ഥലമാണ്, കർണാടകയിൽ. ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിലേക്ക് കൂടെ പോകുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും കൂടി വെച്ചിട്ടാണ് കയറിയത്. ബസ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട്, കുറച്ചല്ല 2-3 മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് ഈ സീനറി ഒക്കെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഈ സമയത്ത് അല്ല ഈ ബസ് ഇതിലേക്ക് കൂടെ പാസ് ചെയ്യേണ്ടത്. പുലർച്ചെ എങ്ങാനുമാണ് വരേണ്ടത്. അവിടുന്ന് പിന്നെ വീണ്ടും ഒരു ടീ ബ്രേക്ക് ആയിരുന്നു. ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പിന്നെ ബസ് സൈഡാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒടുവിൽ 7 മണിക്ക് രാവിലെ എത്തേണ്ട ബസ് സ്റ്റാൻഡിൽ അവസാനം 10 മണിക്ക് എത്തി. എങ്ങനെയൊക്കെയോ അവിടുന്ന് പിന്നെ ഒരു ഓട്ടോ ആക്കി നേരെ മാംഗ്ലൂർ സ്റ്റേഷനിലേക്ക് പോയി, റെയിൽവേ സ്റ്റേഷനിലേക്ക്.
നാട്ടിലേക്ക് ട്രെയിനിന് ടൈമുള്ളതുകൊണ്ട് അതിന് തൊട്ടടുത്തുള്ള കൈരളി റെസ്റ്റോറൻറ്റ് കയറി ചായ കുടിച്ചു. എന്തായാലും സമയമുണ്ടല്ലോ. ചായയൊക്കെ കുടിച്ച് പിന്നെ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്ന് UTSൽ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് നടന്ന്. നല്ല വെയിലും ഉണ്ടായിരുന്നു, ചൂടൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ ഇരുന്നിട്ട് വരുന്നതുകൊണ്ട് ബസ്സിൽ ഇരുന്നിട്ടാണല്ലോ വന്നത്, അപ്പോൾ ഉറക്കവും ശരിയായിട്ടില്ല. നല്ല ടയേർഡായിരുന്നു. നേരെ വണ്ടി വന്ന ഉടനെ കയറി ഇരുന്ന് സീറ്റ് പിടിച്ച്. അപ്പോൾ ഇന്നലെ രാത്രി സ്റ്റാർട്ട് ചെയ്ത യാത്ര ഇന്നും വീട്ടിലെത്തിയിട്ടില്ല. ഇപ്പം മംഗലാപുരം എത്തിയുള്ളൂ. ഇനിയിപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഇൻ്റർസിറ്റി എക്സ്പ്രസ്, അതിന് വേണം മംഗലാപുരത്ത് നിന്ന് പയ്യന്നൂരേക്ക് പോകാൻ. നല്ല ടയേർഡാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഗായ്സ്.